Hi friends, good morning. Good morning from Austria. So today we are going to see one of the biggest crystal museums in the world, and it is Swarovski Crystal World, Austria. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഫേസ് കാണിക്കുന്ന പോലെയല്ല, അത് 1000 times ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ടേൺ മൈ ക്യാമറ. ഓക്കെ, ലെറ്റ്സ് സീ. ഓ മൈ ഗാഡ്, ഇതെന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഈ ലോൺ ഈശ്വര, കണ്ടോ ആ നോക്കിക്കേ, ആ വെള്ളച്ചാട്ടം കണ്ടോ, അവിടെയാണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോവുക. ബട്ട് ഈ ഒരു എൻറ്റയർ ആംബിയൻസ്, വാവ്. ആക്ച്വലി ഇതൊരു ഭയങ്കര ക്ലൗഡി ഡേ ആണ്, അതുകൊണ്ട് ഒട്ടും വെട്ടമില്ല ഈ ഏരിയയിൽ. ഉള്ള വെട്ടം കൊണ്ട് പിടിച്ചിരിക്കുന്നതാണ് ഈ വിഷ്വൽസ്. ബട്ട് അതിൽ തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഒരു ട്രാക്സ് ഒക്കെ പോലെ കാണാൻ നമുക്കത് അറിയാതെ, മൂവിങ് മെഷീൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ട്രാക്സ് ആണ്. ബട്ട് ഇത് റിയലി ബ്യൂട്ടിഫുള്ളാണ്, ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് പതിയെ ഇവിടുന്ന് നടക്കാൻ പോവാണ്. നമ്മൾ ആ വാട്ടർഫോൾ ഉള്ള അതതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ, മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. മേ ബി ആ കിഡ്സിൻ്റെ ഫാദർ ആയിരിക്കാം, ബ്രദർ ആയിരിക്കാം, അങ്കിൾ ആയിരിക്കാം. സം വൺ ഈസ് ട്രൈങ് ടു ടേക്ക് എ സ്നാപ്പ് ഓഫ് ദം, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഇതാണ് എൻട്രൻസിലുള്ള ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. വാവ്. അപ്പോൾ ഇതാണ് നമുക്കിനി ക്രിസ്റ്റൽ മ്യൂസിയത്തിന് ഉള്ളിലെ വിഷ്വൽസ് നമുക്ക് കാണാം. അത് ഓരോ ഭാഗവും പിടിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കത് ആസ്വദിക്കാം. അത് മാത്രമല്ല, ഇതൊരു ഈ സിറ്റി ടൂർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മ്യൂസിയത്തിന് ഉള്ളിലെ എൻ്റെ ടൂറായിരിക്കും. അപ്പോൾ അത് എല്ലാ ഭാഗവും ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സീ ഇൻസൈഡ് ദ മ്യൂസിയം. ഓക്കെ, ഇതിന് മുമ്പിൽ ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് നമുക്കൊരു ചെറിയൊരു ടോക്കൺ പോലെ സംഭവം തരും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് വേണം, QR കോഡാണ്, അത് സ്കാൻ ചെയ്ത് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ വെള്ള ഇരുമ്പുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ. മ്യൂസിയത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുക ഈ ഒരു ജയൻറ്റ് ജെം സ്റ്റോൺ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ. അതിനടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ശരിക്കും കാണത്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. വാവ്, സംതിങ് ഇസ് ഓൺ ദ ബോർഡ്. എന്തോ നമുക്ക് ബോർഡിൽ കാണാം. അതിൽ എഴുതിയിരിക്കുന്നത് അടുത്ത് കാണാൻ പോകുന്ന കുറച്ച് ആർട്ട് വർക്കിനെ കുറിച്ചാണ്. ആർട്ട് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻസൈഡ് ദ തിങ്. ഓക്കെ, വാവ്, മൈ ഗുഡ്നസ്. ഭയങ്കര ക്രൗഡഡ് ആണ് ഈ എൻറ്റയർ മ്യൂസിയം. കാരണം ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ്. ഇത് മെയിനായിട്ട് ഹോളിവുഡ് ഏരിയ എന്നാണ് കേട്ടോ ഈ ഒരു സെക്ഷന് പറയുക. കാരണം വെച്ചാൽ ഇവിടുത്തെ ഹോളിവുഡ് ആക്ടേഴ്സ് സവാരോസ്കി ക്രിസ്റ്റൽസ് തുന്നി ചേർത്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അണിഞ്ഞ് പല ഇവൻറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ ഓരോന്നും ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അവർ വെയർ ചെയ്ത ജ്വല്ലറീസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഓരോ ബിഗ് സ്റ്റാർസിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായ, കണ്ണ് ശരിക്കും അടിച്ചു പോകുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ബ്ലാക്കാണ്, കാരണം ഈ ക്രിസ്റ്റൽസിൻ്റെ ബ്യൂട്ടി എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ഗൗണ്, അതുപോലെ എല്ലാം. വാവ്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതിന് നെറ്റും അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നല്ല ക്രിസ്റ്റൽസും. വാവ് വാവ് വാവ്, സൂപ്പർ സൂപ്പർ, അടിപൊളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റം വരെ. വാവ്. ഈ കാണുന്നത് വേറൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ആ ബോർഡിൽ കണ്ട പോലെ we can see the structure of a pianist who is reading a piano. That's really good. ഇനി നമ്മൾ ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പ്രവേശിക്കുന്നത് ഇതൊരു ഗ്ലോബാണ് കേട്ടോ. ഗ്ലോബ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ജയൻറ്റ് ഗ്ലോബ് ഇൻസൈഡ് വിച്ച് വി ക്യാൻ സ്റ്റാൻഡ് ആൻഡ് അഡ്മയർ ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്രിയേഷൻ. നമുക്കിത് കാണാൻ സാധിക്കും. പല പല കളറൊക്കെ മാറി വരും. ബ്ലൂ കളറ്, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെയൊക്കെ പല. പക്ഷെ നമ്മുടെ എപ്പോഴും നല്ല എന്താണ്, നല്ല നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിന് ഇൻ ബിറ്റ്വീൻ എനിക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ക്രൗൺസൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി തെളിയുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു ക്രൗണാണ്. ഇങ്ങനെ പല പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ.
ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വേണം പോകാൻ. ചിലയിടത്ത് ഇറങ്ങും, ചിലയിടത്ത് കയറും. അങ്ങനെയൊക്കെയാണ്, പല രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിയം. ഇത് കണ്ടോ, ഈ ജയന്റ് ബോർഡ് ഫുള്ള് അവർ ക്രിസ്റ്റൽസ് തീർത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു ഡിസ്കോ ബോളിൻ്റെ ആകൃതിയിൽ ക്രിസ്റ്റൽസ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. നമുക്കിത് ക്യുക്കായിട്ട് പോകാം. എല്ലാം ഒരേപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ കണ്ണടിച്ച് പോകുന്ന കുറേ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് കുറേ ഗൗണും മറ്റ് ഡ്രസ്സുകളും അങ്ങനെ എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ദേ കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ എന്താ നടക്കണേന്ന് നോക്കട്ടെ. നോ വണ്ടർ, ഇവിടെ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇനി തൊട്ടൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഡിസ്പ്ലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ആക്ച്വലി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ചെയ്യുന്നുണ്ടോ ഈ ടൈനി ഓർണമെൻറ്റ്സ്. ചിലത് ടൈനിയാണ്, ചിലത് റിയലി ബിഗാണ്. അപ്പോൾ ഏതായാലും ഈ ഓർണമെൻറ്റ്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. അതുപോലെ വലിയ പ്രൈസൊന്നും നമുക്ക് കൊടുക്കണ്ട, എന്നാൽ അത്ര ചീപ്പും അല്ല. അങ്ങനത്തെ ഒരു ഇതാണ്, മോഡറേറ്റ് റേറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഈ ക്രിസ്റ്റൽസ് എല്ലാം മാൻമെയ്ഡാണ്, അല്ലാതെ ഡയമണ്ട്സും സഫയറും പോലെ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ല. ഈ മാൻമെയ്ഡ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ തയ്യാറാക്കുന്നതാണ്. എന്തോ കുറേ കോമ്പൗണ്ടൊക്കെ ചേർത്ത് കഴിയുമ്പം അത് ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യുകയും അത് പിന്നീട് പ്രിസൈസായി കട്ട് ചെയ്തിട്ട് ജെം സ്റ്റോൺസ് ആക്കിയിട്ടാണ് ഈ ഓർണമെൻറ്റ്സും മറ്റ് ഡെക്കറേഷൻസൊക്കെ നടത്തുന്നത്. സോ ഇത് ചീപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓർണമെൻറ്റ്സ്, റിസ്റ്റ് വാച്ചുകൾ, അതുപോലെ തന്നെ ഈ ഷോക്കേസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ചെറിയ ക്യൂട്ട് ആനിമൽസ്, യൂണിക്കോൺ, ഇപ്പോൾ ഈ ചീറ്റ, അങ്ങനെയുള്ള ചില സംഭവങ്ങളുടെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ഇങ്ങനെ ഈ ജെം സ്റ്റോൺസ് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവിടുത്തെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ഒരു ഗ്ലോബ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിലടിയിൽ ഗ്ലോബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ബിഗ് സ്ട്രക്ചറാണ്. വാവ്, റിയലി ബ്യൂട്ടിഫുൾ. 2 meters 2.5 meters ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്കൈ പോലെ കൊടുത്തിരിക്കുന്ന അതും നല്ല ജെം സ്റ്റോൺസ് വെച്ച് ഫിൽ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ വേറൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫ്ലവർ പോലെ ഇരിക്കുന്ന കുറേ കളർഫുൾ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളും ഇതെല്ലാം ക്രിസ്റ്റൽസ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്റ്റാർ ഫിഷ്, സോ ബ്യൂട്ടിഫുൾ. വാവ്, ഇതെല്ലാം അവിടുത്തെ ഷോയുടെ ഭാഗമാണ്. ആക്ച്വലി ഈ മ്യൂസിയം ഈ സരോസ്കി കമ്പനിയുടെ 100ാം വാർഷികത്തിന് ഇവിടെ ബിൽറ്റ് ചെയ്തതാണ് കേട്ടോ. അതായത് 1895 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ഡാനിയൽ സരോസ്കി. അവരുടെ കമ്പനിയുടെ 100th ഇയർ വിച്ച് ഈസ് 1995. അന്ന് ഈ ഓസ്ട്രിയയിൽ ഈ വാറ്റൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഈ സരോസ്കി ക്രിസ്റ്റൽ വേൾഡ്. ഏകദേശം 7.5 hectare സ്ഥലത്താണ് ഈ മ്യൂസിയം വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.